എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലേക്ക് ഞാൻ സ്ഥിരം പ്രേക്ഷകരെ അത്ര അങ്ങോട്ട് വെൽക്കം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താങ്ങില്ല ചിലപ്പോൾ, കാരണം അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ വിചാരിക്കും അതെന്ത് വർത്തമാനമാണ് ഞാൻ പറഞ്ഞത് എന്ന്. കാരണം സ്ഥിരമായി പൊളിറ്റിക്സ്, റിലീജൻ എന്നീ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യുന്ന ചാനലാണിത്. അവിടെ കമൻറ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് താങ്ങാത്ത എന്ത് സംഭവമാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്? അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഈ ബുൾജെറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് അവരുടെ വണ്ടി മോഡിഫൈ ചെയ്തതിൽ MVD ആക്ഷൻ എടുത്തതുമായി ബന്ധപ്പെട്ട് നടന്നൊരു ഇഷ്യൂ ആണ്. വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ ആ ഒരു ദിവസം, ആ 2 ദിവസങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്തത് ആ ഒരു ഇഷ്യൂ ആയിരുന്നു. ഒത്തിരിയധികം പിള്ളേരങ്ങോട്ട് ഇളകി, ഭയങ്കര വിഷയങ്ങൾ. MVDക്കെതിരെ വധഭീഷണി വരെ മുഴക്കിയ കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. കരഞ്ഞും ദേഷ്യപ്പെട്ടും ഭീഷണിപ്പെടുത്തിയൊക്കെ പിള്ളേർ 2 ദിവസം അങ്ങോട്ട് നിറഞ്ഞാടി. അവർ ഫാൻസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ വൻ ഷോ ഓഫ് ആയിട്ട് 2 ദിവസങ്ങളിൽ അങ്ങോട്ട് നിറഞ്ഞാടി. ആഫ്റ്റർ ഓൾ നോക്കുമ്പോഴത്തേന് ഇവിടുത്തെ സാധാരണ ജനം എന്തൊരു വെറുപ്പിക്കലാണോടാ നീയൊക്കെ എന്ന് പറഞ്ഞു പോയി. ആ സംഭവത്തിന് ശേഷം നമ്മളെ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കാൻ സാധ്യത ഉള്ളൊരു കൂട്ടം ഉണ്ടായിക്കഴിഞ്ഞു. അവർ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അവർ മാർക്കോ ഫിലിം കണ്ടിട്ടുള്ള ഇമ്മോച്ചറായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ്. അതിനകത്ത് 2K പിള്ളേരുണ്ടായിരിക്കാം, മില്ലേനിയൽസ് ഉണ്ടായിരിക്കാം. ഇതിനകത്ത് ഇപ്പോൾ പ്രായഭേദമൊന്നും ഇല്ലല്ലോ ഇമ്മച്യൂരിറ്റിയുടെ കാര്യത്തിൽ. സാധാരണ കേരളത്തിൽ ഉള്ള ആഘോഷ പ്രകടനങ്ങൾ നമുക്ക് സഹിക്കാം, ഫാൻ ഫൈറ്റ് നമുക്ക് സഹിക്കാം, നമ്മുടെ റിവ്യൂവേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തെറി വിളിക്കുന്നത് നമുക്ക് സഹിക്കാം. എന്തിനാണ് അന്യ സംസ്ഥാനത്തൊക്കെ പോയിട്ട് വംശീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ അവരുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ നടത്തുന്നത്? ഇതിൻ്റെ ഒരു സെൻസിറ്റീവ്നെസ് ഒന്നും ഈ പറയുന്ന പിള്ളേർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബോധവുമില്ല. എന്നിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ കരഞ്ഞുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യലാണ്. കർണാടകയിൽ അവർ നമ്മളെ ആക്രമിച്ചു, തമിഴ്നാട്ടിൽ പോയപ്പോൾ അവർ നമ്മളെ ആക്രമിച്ചു, ഞങ്ങളുടെ കാറിനെ അവർ പിന്തുടർന്നു. ഇതേ പ്രായത്തിലുള്ള പിള്ളേർ അവിടെ മറ്റ് സംസ്ഥാനത്തുള്ള ആളുകളോട് അതിക്രമം കാണിക്കുകയാണ്. ആ അതിക്രമം കാണിക്കുന്ന ആളുകളിൽ, ആ കാണുന്ന വീഡിയോകളിൽ നിങ്ങൾ ഏത് വീഡിയോ കണ്ടിട്ടുണ്ട് 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്? വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കൂടുതലും ഈ ഫാൻ ഫൈറ്റ് നടത്തുന്ന പിള്ളേരുടെ പ്രായത്തിലുള്ള ആളുകളാണ് ഈ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ട്രിഗർ ചെയ്യുന്ന തരത്തിലേക്കുള്ള വംശീയ അധിക്ഷേപങ്ങളാണ് ഇവിടെ നിന്ന് വെറും ഒരു സിനിമയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്ലൂ സെറ്റൈ മാരൻ എന്ന് പറയുന്ന ഒരു റിവ്യൂവർ ഉണ്ടല്ലോ, അദ്ദേഹം വളരെ ഓപ്പണായിട്ട്, വളരെ ഹാർഷായിട്ട് റിവ്യൂ പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനൊക്കെ കമൻറ്റ് ബോക്സിൽ എന്ത് വംശീയ അധിക്ഷേപമാണ് നടത്തുന്നത്. ഒരു കാലത്ത് ഇന്ത്യ മുഴുവൻ ധാരാളമായിട്ടുള്ള ജാതി പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇന്ത്യ മുഴുവനായിട്ടാണ് സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ വരുന്നത്. അവിടെ തമിഴനെന്നോ അല്ലെങ്കിൽ മലയാളി എന്നുള്ള വേർതിരിവൊന്നുമില്ല. എല്ലാവരും ഈ പറയുന്ന ജാതിയുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള അടിച്ചമർത്തലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ പുറത്താണ് തമിഴ്നാട്ടിലുള്ള ആൾക്കാരെയും വേറെ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെയും അവരുടെ നാടിൻ്റെ കൾച്ചറിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നത്? ഇത്രയധികം ഇമ്മച്വറായിട്ടുള്ള വെടല പിള്ളേർക്കിടയിൽ, ബൗദ്ധിക നിലവാരക്കുറവുള്ള ടീമുകൾക്കിടയിൽ മാർക്കോ പോലെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ പ്രൊമോഷൻ ടീമിന് ഇത്ര പണിയൊന്നും എടുക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അവർ യൂസ് ചെയ്ത ഒരൊറ്റ ലൈൻ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. കേരളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള ഒരു സിനിമയാണ്. കാണാൻ കരുത്തുള്ളവൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോഴത്തേനും ഇവന്മാരെല്ലാം കൂടെ ഓടി വന്ന് കരുത്ത് കളിക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ കണ്ട് വിജയിപ്പിച്ചേനെ. അല്ലാതെ ഈ ഒരു സിനിമയായിട്ട് കണ്ട് ആസ്വദിക്കുന്ന പരിപാടിയൊന്നും ഈ കേരളത്തിലെ ഇക്കൂട്ടർക്കിടയിൽ ഇല്ല. ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മാർക്കറ്റിംഗ് മിക്സ്, മസാല ഇടുമ്പോൾ അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്ന ആളുകളാണ്. സിനിമ ആസ്വാദനത്തെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണല്ലോ. സിനിമയൊക്കെ സ്ഥിരമായി കാണുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്രെഡിറ്റ് കാർഡിനെ പരിചയപ്പെടുത്തുകയാണ്. മിനിമം 15,000 രൂപയൊക്കെ സാലറി ഉള്ള ആളുകൾക്ക് പോലും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയി കിട്ടും. ആക്സിസ് ബാങ്കിന്റെ മൈസോൺ ക്രെഡിറ്റ് കാർഡ് 2880 വരെ സ്വിഗ്ഗിയിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓഫർ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ ലഭ്യമാണ്. സോണി ലൈവ് സബ്സ്ക്രിപ്ഷൻ ഇതിന്റെ കൂടെ ലഭ്യമാണ്. സിനിമാ ടിക്കറ്റുകളിൽ കാര്യമായിട്ടുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ ആക്സിസ് ബാങ്കിന്റെ ആപ്പിൽ നിന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന 2ാമത്തെ മൂവിക്ക് 100% വരെ ഡിസ്കൗണ്ടും ഇതിൽ ലഭ്യമാണ്. മൈസോൺ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിലെയും കമന്റ് ബോക്സിലെയും ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്തോളുക. ക്രെഡിറ്റ് കാർഡൊക്കെ എടുക്കുന്നത് നമ്മളുടെ സിവിൽ സ്കോർ ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഒക്കെ വരാനായിട്ട് എപ്പോഴും നല്ലതാണ്. തമിഴ് ഓഡിയൻസ് എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണം നൽകിയത്? അതൊക്കെ കുറച്ച് ബോധത്തോടെ ചിന്തിക്കണ്ടേ? ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്നത് മലയാളത്തിലെ നമ്മുടെ ഒരു ഹീറോ ആണ്. നമുക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെറ്റപ്പ് നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം വയലൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു സംഭവം. ഈ സിനിമയിൽ നിന്ന് വലിയ കഥയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അന്യ സംസ്ഥാനക്കാരൻ ഒരു അന്യഭാഷ ചിത്രം കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമ അത്രത്തോളം മികച്ചതായിരിക്കണം. അതേപോലെ തന്നെ സിനി ഫൈൽസ് ആണ് കൂടുതലായിട്ട്
അന്യ സംസ്ഥാനത്ത് നിന്ന് അന്യഭാഷാ ചിത്രങ്ങൾ കാണുന്നത്. അപ്പോൾ അവർ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ചിത്രം വന്നിട്ടുണ്ട്, അത് കണ്ടേക്കാമെന്ന് വിചാരിച്ച് ചെല്ലുന്ന സമയത്ത് ഒരു സിനിഫൈൽസ് ആണെന്ന് ഓർക്കണം, നമ്മുടെ ടിപ്പിക്കൽ മസാല, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള മസാല അവർക്ക് വർക്കാവത്തില്ല എന്ന് ഓർക്കണം. അവിടെ ചെല്ലുന്ന സമയത്ത് അവർ കുറച്ച് കഥയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാമുഹൂർത്തങ്ങളും എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ അത് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അവിടെ സമ്മിശ്ര പ്രതികരണം. ഞാൻ ഈ സിനിമ കണ്ടില്ല, കണ്ടാലും റിവ്യൂ ഒന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെയുള്ളൊരു സാഹചര്യമല്ലല്ലോ ഇവിടെ ഉള്ളത്. ഏറ്റവും ആദ്യം അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് സീക്രട്ട് ഏജൻ്റാണോ? അയാളെ ആ ദിവസങ്ങളിൽ തന്നെ ആളുകൾ എയറിൽ കൊണ്ടുപോകുന്നത് കണ്ടു. അമ്മാതിരി അധിക്ഷേപമായിരുന്നു പുള്ളിക്ക്. പിന്നെ ഓക്കെ, നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സംഗതിയാണെന്ന് വിചാരിക്കാം. പിന്നീട് തമിഴ്നാട്ടിലുള്ള റിവ്യൂവേഴ്സിൽ പല ആളുകൾക്കും ആ ഒരു സിനിമ അത്ര വലിയ ഗംഭീരമായിട്ട് തോന്നിയില്ല. അപ്പോൾ അവരുടെ അഭിപ്രായം പറഞ്ഞു. അതിന് തമിഴ് ജനതയെ മുഴുവൻ വംശീയമായിട്ട് അധിക്ഷേപിക്കേണ്ട ആവശ്യം എന്താണ്? മലയാളികളായിട്ടുള്ള ഇമ്മച്ചർ വടലുകൾ മാസ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് പോകാം. അതിനു മുമ്പ് ആ ഒരു വീഡിയോ, ആ ഒരു റിവ്യൂ ജസ്റ്റ് ഒന്ന് கேட்காம். இந்த படம் ஒரு மலையாள படம், பேன் இண்டியா படமாக இன்றைக்கி ரிலீஸ் ஆகிருக்கு. இன்றைக்கி காலையில் ரிலீஸ் ஆச்சு. ஒரே கூவல் ஆன்லைனில் ஒரு பயங்கரமான ஒரு மலையாள படத்தில் இப்படி ஒரு ஆக்ஷன் படத்தை எடுத்துட்டானுங்க, இப்படி ஒரு வயலன்ஸ் படத்தை எடுத்துட்டானுங்க, பயங்கரம் அடிப்பொலி அது இதுன்னு சொல்லி உசுப்பேத்தி விட்டு படத்தை பார்க்க வச்சுக்கிட்டாங்க. போய் பார்த்தா எவன் யாரோ அந்த ஒரு அட்லி போல் இருக்கு, ஊரில் இருக்கிற டிவிடியெல்லாம் பார்த்துவிட்டு அத்தனை சீன் தூக்கி அந்த படத்துக்குள்ளே வச்சுருக்கான். இவங்க இந்த கொரியன் படங்கள்லாம் பார்த்துவிட்டு கொரியன் வயலன்ஸ் ஆக்ஷன் படங்கள்லாம் வரும்ல, அந்த மாதிரி நானும் படம் எடுக்கிறேன் பாருன்ட்டு என்னென்ன பண்ணி வச்சுருக்காங்கன்னா, இந்த கொஞ்சம் அருவா சுற்றி கத்தி, அப்புறம் இந்த ஆர்டிஃபிஷியல் பிளட்டு ஒரு 4 லாரி, அப்புறம் இந்த சுருட்டு ஒரு லோடு, அப்புறம் இந்த ஃபாரின் காரு ஒரு 10 காரை வாடகைக்கு எடுத்துருக்கானுங்க. அதை எப்போ பார்த்தாலும் கொண்டு வந்து ஃப்ரண்ட்டில் நிற்க வச்சுருவானுங்க. அதில் ஒரு கோடு கூட விடாமல் பார்த்துக்கிட்டானுங்க. கோடு விழுந்தால் காருக்காரன் சண்டைக்கு வந்துடுவான், அதுக்கு பெரிய வாடகை வேறு கொடுக்கணும். சூட்டு பிடிக்கிறானுங்களா அல்லது சூட்டு பிடிக்கிறதே படமாக எடுத்திருக்கானுங்களா அப்படின்னு தெரியல. ചൂട്ട് വിളംബരം மாதிரி தான் இருந்தது പടം. മലയാളത്തിലെ പുതുമുഖ സംവിധായകരുടെയൊക്കെ പല സിനിമകളും ഇറങ്ങുന്ന സമയത്ത് അശ്വന്ത് ഗോകൊക്കെ കൊടുക്കുന്ന റിവ്യൂ വെച്ച് നോക്കുമ്പോഴത്തേന് വളരെ ലൈറ്റായിട്ടുള്ള ചില സർക്കാസം ഒക്കെയാണ്, വിമർശനങ്ങളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ വംശീയ അധിക്ഷേപത്തിന് വിധേയമായി മാറി അദ്ദേഹവും. ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പച്ചക്കറി തരുന്നത് കൊണ്ട് പച്ചക്കറി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വംശീയ അധിക്ഷേപം നിറഞ്ഞ ഒരു തെറിയാണ്. ഈ തെറിക്കകത്ത് പോലും ഈ 2K ടീമുകൾക്ക് ഒരു പുതുമയില്ല. ഇവൻ്റെ ഡാഡി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് റിലീസായ ഒരു സിനിമയിലെ കാലഹരണപ്പെട്ട ഒരു ഡയലോഗാണ് ഈ തെറിക്കകത്ത് പോലും ഉള്ളത്. അതിൽ പോലും ഒരു അപ്ഡേഷൻ ഇല്ല. എന്നിട്ടാണ് ഈ സിനിമയൊക്കെ റിവ്യൂ ചെയ്യുന്ന ഇയാളുടെ ഫിലിം നോളജിനെ കുറിച്ചിട്ട് ഇതിൻ്റെ താഴെയുള്ള ആളുകൾ ക്ലാസ് എടുക്കുന്നത്. പ്രായം കൊണ്ട് നോക്കിയാൽ പോലും ഈ കമൻറ്റ് ഇട്ടവന്മാരെക്കാളും കൂടുതൽ സിനിമ അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. ആദ്യം നിങ്ങൾ പാണ്ടികൾ പാസമില്ലാത്തൊരു പാണ്ടിപ്പടം ഇറക്ക്, എന്നിട്ട് വാ ഇവിടെ ഊക്കാൻ എന്നുള്ളൊരു കമൻറ്റ്. ഈ മലയാള സിനിമ ഒരിടയ്ക്ക് ഇത് സമയമാണ് അലിബായ് ഒക്കെ ഇറങ്ങിയ സമയമുണ്ടല്ലോ, ആ സമയത്തൊക്കെ ദുരന്തകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ തമിഴ് സിനിമകൾ കാണാനായിട്ട് കൂടുതലായി തുടങ്ങിയത്. മലയാളികൾ സാധാരണക്കാർ തമിഴ് സിനിമ കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത് മലയാള സിനിമയുടെ ഒരു തകർച്ചാ സമയത്താണ്. ഗംഭീരമായിട്ടുള്ള സിനിമകൾ തമിഴിൽ അന്നും ഇന്നും ഇറങ്ങുന്നുണ്ട്. അവർ മലയാളം സിനിമകളും നമ്മൾ തമിഴ് സിനിമകളും നല്ലതാണെന്നുണ്ടെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. മഞ്ഞുമൽ ബോയ്സൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അതേപോലെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയില്ലേ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ആളുകൾ എത്രയോ നല്ല തമിഴ് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവർ ഇവിടെയും വന്ന് അഭിനയിച്ചിട്ടുണ്ട്. കാലങ്ങളായിട്ട് നമ്മളിതൊക്കെ ആസ്വദിക്കുന്നുണ്ട്. കമൽഹാസനെയും രജനീകാന്തിനെയും വിജയൊക്കെ നമ്മൾ ഈ സംസ്ഥാനം വേർതിരിച്ചിട്ടല്ല ആരാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒക്കെ ഒരു കാലം വരെ അവരും അങ്ങനെ ആയിരുന്നില്ല കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള ഒരു ജനറേഷൻ വന്നിട്ട് ഭയങ്കര വംശീയമായിട്ടുള്ള, ജാതീയമായിട്ടുള്ള, പ്രാദേശികമായിട്ടുള്ള വേർതിരിവുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് പുതുതലമുറ? ഇതാണോ മറ്റേ ഗവൺമെൻറ് മുന്നോട്ടേക്ക് വയ്ക്കുന്ന നമ്മുടെ മാനവ വിഭവശേഷി എന്ന് പറയുന്ന സംഗതി? പലപ്പോഴും ആളുകൾ പരാതി പറയുന്നൊരു സംഗതിയുണ്ട്, ഇപ്പോഴത്തെ പിള്ളേർ പത്രം വായിക്കത്തില്ല, വാർത്ത കേൾക്കത്തില്ല. എൻ്റെ പൊന്നോ, പത്രം വായിക്കേണ്ട, വാർത്തയും കേൾക്കണ്ട. പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങടേക്ക് വരാറുണ്ട്, മുല്ലപ്പെരിയാറിലെ വെള്ളം അങ്ങടേക്ക് കൊടുക്കാറുണ്ട് എന്നുള്ള ബേസിക് നോളജ് വെച്ചുകൊണ്ട് തന്നെ ഇത്രയധികം അധിക്ഷേപം, മോശം പരാമർശങ്ങൾ അവർ നടത്തുന്നു. വല്ല രാജ്യാന്തര പൊളിറ്റിക്സ് ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെ മറ്റൊരു രാജ്യം ചിലപ്പോൾ യുദ്ധത്തിനൊരുങ്ങിയേനെ. കാരണം അമ്മാതിരി വിവരക്കേടും അധിക്ഷേപങ്ങളും അല്ലേ മറ്റൊരു സമൂഹത്തോട്, ഒരു കൂട്ടം ആളുകളോട് നടത്തുന്നത്. അതിൻ്റെ താഴെയൊക്കെയുള്ള തെറികൾ നോക്കിക്കുക. നമ്മളുടെ സംസ്കാരമാണ്. അവർക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉണ്ടേ. ഇവിടെയുള്ള കുറേമാരുടെ വിചാരമുണ്ട് ഇവന്മാർക്ക് ഫോൺ ഉപയോഗിക്കാൻ അറിയത്തുള്ളൂ, മറ്റേ PUBG കളിക്കാൻ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള വംശീയ, ജാതീയ, പ്രാദേശിക നിക്ഷേപങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതേപോലെ നമ്മൾ അഭിമാനിക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മുടെ പൂർവികരോടൊക്കെ പറഞ്ഞ് അഭിമാനിക്കണം. കാലങ്ങളായിട്ട് നമുക്ക് കൈമാറപ്പെട്ട് കിട്ടിയ സംസ്കാരത്തിൻ്റെ ഒരു സംഭവമാണ് തെറികൾ.
ഗംഭീരമായിട്ടുള്ള തെറികൾ. എങ്ങനെയാണത് ഗംഭീരമാവുന്നത്? നമ്മുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ അത് ഭയങ്കരമായി മാറാറുണ്ട്. കാരണം നമുക്ക് ഈ ലൈംഗിക അവയവങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള തെറികളാണ് മെയിൻ. അതല്ലാതെ മലയാളത്തിൽ തെറികളൊന്നുമില്ല. പിന്നെ തമിഴിൻ്റെ അടുത്തു നിന്ന് കടമെടുത്ത ഒരു കൂട്ടിയുള്ള തെറി മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് മറ്റേ ഈ ലൈംഗിക അവയവ പരാമർശമില്ലല്ലോ, അത് കുറച്ചും കൂടി ഡീസൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി മുഴുവൻ മലയാളികളുടെ സ്വന്തം എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന എല്ലാത്തിനകത്തും ഈ ഒരു ഫ്രസ്ട്രേഷൻ ഏറെ കാണാൻ പറ്റും. അത് മുഴുവൻ ഈ കമൻറ്റ് ബോക്സിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലൂടെ എന്ത് മനസ്സിലാക്കാം? കാലങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ശരിയാണെന്ന് മനസ്സിലാക്കാം. സിനിമ ടീനേജേഴ്സിനെയും യങ്സ്റ്റേഴ്സിനെയും നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രഥമ ഉദാഹരണമാണിത്. സിനിമയെ സിനിമയായിട്ട് കാണുന്ന സിനിമാ ആസ്വാദകർ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്താൻ വേണ്ടി പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അവൻ ധാരാളം സിനിമകൾ കാണാറുണ്ട്, അന്യഭാഷാ ചിത്രങ്ങൾ കാണുന്നുണ്ട്, മറ്റ് സംസ്കാരങ്ങളിൽ നിന്നുള്ള സിനിമകൾ കാണുന്നുണ്ട്. ചിലത് അവന് ഇഷ്ടപ്പെടും, ചിലത് ബാക്കിയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നില്ല. അതൊക്കെ വളരെ മെച്യൂർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചർച്ചകളിൽ മാത്രം ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. ഈ ഫാൻ ഫൈറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ടീനേജേഴ്സിൻ്റെയും യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ലക്ഷണമാണ്. അത്ര ക്വാളിറ്റി ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജെൻസിയെ ജോലിക്ക് എടുക്കാനായിട്ട് താല്പര്യമില്ല, അവർക്ക് മറ്റുള്ള ആളുകളോട് പെരുമാറാനായിട്ട് അറിയില്ല എന്ന് 1-2 HR ഒക്കെ പറഞ്ഞിരുന്നു. നമ്മളതിനെ ഒരു വിമർശനം ആയിട്ടാണ് അവതരിപ്പിച്ചത്. എന്നാലും ഈ കമൻറ്റ് ബോക്സിലുള്ള ഫാൻ ഫൈറ്റൊക്കെ നടത്തുന്ന ആളുകളിൽ ചിലരെയൊക്കെയാണ് ഹയർ ചെയ്തത് എന്നുണ്ടെങ്കിൽ അവർ പറയുന്നതിനകത്ത് ന്യായമുണ്ടെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഇവരെ നമുക്ക് എന്തിനു യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? എന്നിട്ട് നമ്മൾ യുവതലമുറ പരാതിപ്പെടുകയാണ് തൊഴിലില്ലായ്മ കടുത്ത രീതിയിലുണ്ട്. നമ്മൾ എന്തിനു കൊള്ളാം? ഇതുപോലെ ഏതെങ്കിലുമൊക്കെ സിനിമ പ്രൊമോട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കാനായിട്ടോ അല്ലെങ്കിൽ ഫാൻ ആവാനായിട്ടോ ഒക്കെ കൊള്ളാം. അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും നമ്മുടെ നാട്ടിലെ ഒരു മജോറിറ്റി യൂത്തിനെ കൊണ്ടില്ല എന്നുള്ളത് ഇത് തെളിയിക്കുന്നുണ്ട്. കാരണം അത്രയധികം സപ്പോർട്ടല്ലേ എന്തെങ്കിലുമൊക്കെ വളരെ മോശമായിട്ടുള്ള ഭൗതിക നിലവാരമില്ലാത്ത കണ്ടന്റുകൾക്ക്, അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് ഇത്രയധികം ആളുകൾക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ളൂ. അവർക്ക് എങ്ങനെയാണ് ജോലി കൊടുക്കുന്നത്, അവരെങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഏരിയയിൽ സെലക്ട് ചെയ്യപ്പെടുന്നത്? അവർ പിന്തള്ളപ്പെടും. അതൊരു റിയാലിറ്റിയാണ്, നമ്മളത് അംഗീകരിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബറുമായിട്ട് സംസാരിച്ച ഒരു സംഗതിയാണ്, കേരളം മലയാളം മെൻഷൻ ചെയ്ത് ധാരാളം അന്യഭാഷാ ചിത്രങ്ങൾ വരാറുണ്ട്. മലയാളം പാട്ടും സിനിമയൊക്കെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ സായിപ്പന്മാർ റിയാക്ട് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷൻ കൊടുക്കും. എന്തുകൊണ്ടാണ് പ്രൊമോഷൻ കൊടുക്കാനായിട്ട് തോന്നുന്നത്? കാരണം ഇവൻ്റെ ഈ പൊട്ടക്കിണറെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അവൻ്റെ നാടിനെ കുറിച്ചിട്ട്, അവൻ്റെ ഭാഷയെ കുറിച്ചിട്ട്, കാരണം അവനതേ അറിയത്തുള്ളൂ, വേറെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പുകഴ്ത്തലായി, ആ ഒരു പുറകെ അങ്ങോട്ട് പോക്കായി, അവർക്ക് റീച്ച് ഉണ്ടാക്കലായി, പരിപാടിയായി, അവരെ തലയിൽ വെക്കലായി. എന്നാൽ ഇവൻ്റെ നാട്ടിലെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ആരെങ്കിലും ഒരു വിമർശനം പറഞ്ഞാലോ, കാരണം ഇവൻ വേറെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ഇവനതാ ഏറ്റവും വലിയ വലുത്. അപ്പോഴത്തേന് ഭയങ്കര പ്രശ്നമായി, അയാളെ തെറിവിളിയായി, അവരുടെ നാടിനെ അധിക്ഷേപിക്കലായി. അവന്മാർക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് തമിഴ്നാട്ടിലുള്ള ആളുകളെയൊക്കെ അധിക്ഷേപിക്കാനായിട്ട്? മറ്റൊരു നാട്ടിലുള്ള ആളെ, അയാളുടെ അഭിപ്രായ പ്രകടനത്തെ വംശീയമായിട്ട് അധിക്ഷേപിക്കാനായിട്ടുള്ള എന്ത് യോഗ്യതയാണ് ഇവിടെ ഉള്ളവന്മാർക്കുള്ളത്? ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള ഈ തെറി വിളിക്കുന്ന അവന്മാരെ അധിക്ഷേപിക്കുന്ന ഇവന്മാരുടെ സമൂഹത്തിലെ പ്രിവിലേജ് ക്ലാസ് ഉണ്ട്. ആ ഒരു അധിക്ഷേപങ്ങൾക്കെതിരെ ഇവന്മാരിങ്ങനെ മൂലയ്ക്ക് നിൽക്കും. എന്നിട്ട് ഇവന്മാരെക്കാളും താഴെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളെ ഭയങ്കരമായിട്ട് പോയി അധിക്ഷേപിക്കും. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ തന്തവൈബായി പോവും. അയ്യോ, ഇതിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയൊരു സംഗതിയുണ്ട്. മാർക്കോ പോലുള്ള ഒരു ഭീകര വയലൻസ് സിനിമയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ മെൻ്റൽ സ്ട്രെങ്ത് വേണം. ഞങ്ങൾ കുറച്ച് അൽഫാ മെയിലുകൾക്ക് അതുണ്ട്. പിള്ളേരും സ്ത്രീകളും ഒന്നും അത് വന്ന് കാണണ്ട, മനക്കെട്ടില്ലാത്ത പുരുഷന്മാരും കാണണ്ട. ഈ മെൻ്റൽ സ്ട്രെങ്ത്, ഇമോഷണൽ സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നതും വയലൻസ് സിനിമ ആസ്വാദനവും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. കുറച്ച് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാമെന്നുണ്ടെങ്കിൽ വലിയ കണക്ഷൻ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംപതി എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സംഗതിയാണ് വയലൻസ് സിനിമ ആസ്വാദനം. ചില ആളുകൾക്ക് ഈ ബ്രൂട്ടലായിട്ടുള്ള ഒരു വയലൻസ് മറ്റൊരാൾക്കെതിരെ നടത്തുന്നത് അത്ര രസമായിട്ട് തോന്നില്ല. അതിൽ കുറച്ച് സൈക്കോളജിയും സയൻസും ന്യൂറോളജിയൊക്കെ ഉണ്ട് കേട്ടോ. അത് എല്ലാ ആളുകളും ഡിഫറെൻ്റ് ആയിരിക്കും ഇങ്ങനെയുള്ളൊരു ആസ്വാദനത്തിൽ. ഈ മെൻ്റൽ സ്ട്രെങ്തുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. അത് ചില ആളുകൾക്ക് ഡിസ്റ്റർബിങ് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ മാർക്കോ കണ്ടിട്ട് വന്ന് അമ്മയോട് പറയുകയാണ്, അമ്മേ ഭയങ്കര പെയിൻഫുള്ളാണ്, ചോര കണ്ട അമ്മ തലറങ്ങി വീഴും. ഇവനെ പെറ്റിട്ട തള്ളയാണ്, അവരെന്ത് ചോര കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വലിയ സംഗതിയൊന്നുമില്ല. ഇതൊന്നും ഈ പറയുന്ന വലിയ മാസ് സാധനമൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചോദിച്ച സമയത്ത് വൈഫിന് മാർക്കോ കാണാനായിട്ട് വലിയ താല്പര്യമില്ല. അവർക്ക് വയലൻസ് അത്ര ആസ്വാദകരമല്ല.
അവൾക്ക് മനക്കെട്ടിയില്ല, അവള് ഭയങ്കര വീക്കാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആള് ഡോക്ടറാണ്. അപ്പോൾ അവർ കണ്ടിട്ടുള്ള ചോര നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഇതൊന്നും ബന്ധമുള്ള സംഗതിയൊന്നുമല്ല. നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് മാസമായി ബാക്കിയുള്ള ആളുകളെ അധിക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല. എസ്പെഷ്യലി അന്യസംസ്ഥാനക്കാർ ഈ അധിക്ഷേപമൊക്കെ നമുക്കിടയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത്, നമ്മളവിടെ പോയി ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കർണാടകയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പണിയെങ്കിലും കിട്ടാതിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.